ഓക്കെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഇഫ്, എലിഫ്, എൽസ് ഇത്തരം കാര്യങ്ങൾ എന്ന് വെച്ചാൽ കണ്ടീഷണൽ ബ്രാഞ്ചിങ് നമ്മൾ നോക്കി. ഈ വട്ടം നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാണ്. അതിന്റെ പേര് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മൾ ലൂപ്പിങ്ങിലേക്കാണ് പോകുന്നത്. അപ്പോൾ പൈത്തണിൽ നമ്മൾ ബേസിക്കലി കണ്ട സാധനം എന്താണ്? ബേസിക്കലി കണ്ടത് ആകെ ഒരു ലൂപ്പേ ഉള്ളൂ, ഫോർ എന്ന് പറയുന്ന ഒരു ലൂപ്പിംഗ് അല്ലെ. വൈൽ നമ്മൾ ക്വിക്ക് ബേസിക്കിൽ ട്രൈ ചെയ്തായിരുന്നു, അത് വർക്ക് ചെയ്യില്ല. അപ്പം നമ്മൾ ആകെ കണ്ടിട്ടുള്ളത് ഫോർ ലൂപ്പാണ്. ഇനി നമ്മൾ ഓൾറെഡി നമ്മുടെ ഐ ട്രബിൾസ് നോക്കിയപ്പോൾ, അപ്പൊ ഐ ട്രബിൾസിന്റെ കണ്ടീഷൻ എന്തായിരുന്നു? ഐ ട്രബിൾസ് ഒരു ഫോർ ലൂപ്പ് എഴുതി കഴിഞ്ഞാൽ അതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഐ ട്രബിൾ എന്നും നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി നമ്മൾ ഒരെണ്ണം പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതിനെ കുറച്ചും കൂടി വിശദമായിട്ട് പരിചയപ്പെടാം. അപ്പൊ പൈത്തണിനകത്ത് രണ്ട് ലൂപ്പുകളാണുള്ളത്, രണ്ട് സിമ്പിൾ ആയിട്ടുള്ള രണ്ട് ലൂപ്പുകളാണുള്ളത്. ഒന്ന് വൈൽ ലൂപ്പും വേറൊന്ന് ഫോർ ലൂപ്പുമാണ്. ഓക്കെ, അപ്പൊ ഫോർ ലൂപ്പ് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് വൈൽ ലൂപ്പിലേക്ക് പോവാം. അപ്പൊ ഞാൻ സ്ക്രീന് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പൊ നേരെ നമുക്ക് നമ്മുടെ ഓൺലൈൻ കമ്പൈലറിൽ കയറാം. ആർക്കെങ്കിലും ഓപ്പൺ ചെയ്യണമെങ്കിൽ ഞാൻ ചാറ്റിൽ ഇടുന്നുണ്ട്. ഓക്കെ, ഓപ്പൺ ചെയ്തോളൂ. ഇനി നമ്മൾ നേരെ വൈൽ ലൂപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോ ഇഫ് നമ്മൾ ഇഫ് കണ്ടിട്ടില്ലേ, അതുപോലെ തന്നെയാണ് വൈൽ എഴുതുക. ഓക്കെ, അപ്പോ വൈൽ ലൂപ്പ് എഴുതുക ഇങ്ങനെയാണ്. വൈൽ WHILE വൈൽ ഒരു വേരിയബിൾ ന് ഒരു കണ്ടീഷൻ നമ്മൾ കൊടുക്കും. വൈൽ I ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. അത് കഴിഞ്ഞിട്ട് നമ്മൾ കോളൻ കൊടുക്കും. അപ്പോൾ ഇൻഡന്റേഷൻ ഓൾറെഡി വന്നു. ഓക്കെ, പ്രിന്റ് I. ഓക്കെ, നമ്മൾ I പ്രിന്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ ഈ I എന്ന് പറയുന്നത് നമ്മളിപ്പം എന്താ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ I എന്ന് പറയുന്ന ഒരു വേരിയബിൾ, അപ്പൊ ഇതൊരു ലൂപ്പിംഗ് വേരിയബിൾ ആണ്. ഈ ഒരു ലൂപ്പിംഗ് വേരിയബിൾ, അപ്പൊ ലൂപ്പിംഗ് വേരിയബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, നമ്മൾ ഓൾറെഡി അതിനെ അസൈൻ ചെയ്യണം. അപ്പൊ നമ്മൾ 1 കൊടുക്കണം. ഓക്കെ, അപ്പൊ 1 മുതൽ 6 വരെ ഇത് ലൂപ്പ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ I ഈക്വൽ ടു I പ്ലസ് 1. ഓക്കെ, I ഈക്വൽ ടു I പ്ലസ് 1. കാരണം ഇത് ഇൻക്രിമെന്റ് ചെയ്യണം. ഇത് ഇൻക്രിമെന്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? I എപ്പോഴും 1 ആയിരിക്കും അല്ലെ. അപ്പൊ എന്ത് പറ്റും? ഈ വൈൽ കണ്ടീഷൻ എപ്പോഴും സാറ്റിസ്ഫൈ ആവും. ഇത് ഒരു ഇൻഫൈനൈറ്റ് ലൂപ്പ് ആയിട്ട് മാറും. ഇൻഫൈനൈറ്റ് ലൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രാം ക്രാഷ് ചെയ്യുന്നത് വരെ ഓടുന്ന ഒരു ലൂപ്പ്. അപ്പം ഒരിക്കലും ഇൻഫൈനൈറ്റ് ലൂപ്പുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അതുപോലെ വൈൽ ട്രൂ എന്ന് എഴുതി കഴിഞ്ഞാലും അത് ഇൻഫൈനൈറ്റ് ലൂപ്പ് ആയിരിക്കും, അത് പ്രശ്നം വരും. ഓക്കെ, പക്ഷെ നമ്മൾ ചില സമയങ്ങളിൽ ഒരു ഇൻഫൈനൈറ്റ് ലൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിനെ ഒരു കണ്ടീഷനിൽ ബ്രേക്ക് ചെയ്യാറുണ്ട്. അത് നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, I പ്ലസ് പ്ലസ് വർക്ക് ചെയ്യോ? I പ്ലസ് പ്ലസ് വർക്ക് ചെയ്യില്ല. നമ്മൾ നേരത്തെ കണ്ടായിരുന്നു I പ്ലസ് പ്ലസ് വർക്ക് ചെയ്യില്ല. പകരം ഇതിനൊരു ഷോർട്ട് കട്ട് ഉള്ളത് I പ്ലസ് ഈക്വൽ ടു 1. ഓർമ്മയുണ്ടോ? നമ്മൾ അസൈൻമെന്റ് ഓപ്പറേറ്റർ പഠിച്ചപ്പോൾ ഷോർട്ട് കട്ട് പഠിച്ചായിരുന്നു, I പ്ലസ് ഈക്വൽ ടു 1. അപ്പൊ ഇൻക്രിമെന്റ് ചെയ്യാൻ എപ്പോഴും ഉപയോഗിക്കുന്നത് I പ്ലസ് ഈക്വൽ ടു 1 ആണ്, അല്ലെങ്കിൽ I ഈക്വൽ ടു I പ്ലസ് 1 എന്ന് എഴുതാം. സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്ന് വെച്ചാൽ ഐയുടെ വാല്യൂ I തന്നെ എടുത്തിട്ട് പ്ലസ് 1 കൂട്ടുക. ഓക്കെ, പ്രിന്റ് ആയല്ലോ. അപ്പൊ ഇത് ഒരു ലൂപ്പാണ്. വൈൽ I ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 പ്രിന്റ് I. അതിനുശേഷം പ്രിന്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ
ഇത് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് വാല്യൂ 1 ആയിരിക്കും, അതിനുശേഷം 2, 3, 4, 5, 6 അങ്ങനെ പ്രിന്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ എന്ത് ഒരു വൈൽ ലൂപ്പിന്റെ സ്ട്രക്ചർ. അപ്പൊ വൈൽ ലൂപ്പിൽ എപ്പോഴും ഒരു വേരിയബിൾ നമ്മൾ പുറത്തു നിന്നും ഇനിഷ്യേറ്റ് ചെയ്യണം. ഇതിനെ പറയുന്നത് ലൂപ്പിംഗ് വേരിയബിൾ എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഞാൻ എപ്പോഴും കമന്റ് യൂസ് ചെയ്യാറുണ്ട്. നമ്മുടെ പൈത്തണിൽ കമന്റിന് വേണ്ടി ഉപയോഗിക്കുന്നത് സിംഗിൾ ലൈൻ കമന്റ് എന്ന് വെച്ചാൽ ഒരു വരിയിൽ മാത്രം കമന്റ് എഴുതാം. കമന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, പ്രോഗ്രാമിനകത്ത് എക്സിക്യൂട്ട് ആവാത്ത ഒരു ഭാഗമാണ് അല്ലെ. അപ്പോ നമ്മൾ കമന്റ് എഴുതാൻ എപ്പോഴും ഹാഷ് ഉപയോഗിക്കാം. നമ്മൾ ഇതിനകത്ത് റെം ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്, ബേസിക്കലി റെം ആണ് ഉപയോഗിച്ചെങ്കിൽ ഇവിടെ നമ്മൾ ഹാഷ് ഉപയോഗിക്കും. ഹാഷ് i ഈക്വൽ ടു 1. അപ്പോ പിന്നെ ഹാഷിനകത്ത് നമ്മൾ എഴുതാൻ പോകുന്നത് ഇതാണ് ലൂപ്പിംഗ് വേരിയബിൾ അല്ലെ. ഈ i ആണ് ലൂപ്പിംഗ് വേരിയബിൾ. ഓക്കെ, അപ്പൊ ഇതിനെ ഈ ലൂപ്പിംഗ് വേരിയബിളിനെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, ഇൻക്രിമെന്റ് ചെയ്യണം. അല്ലെങ്കിൽ ചില സമയങ്ങളിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ റിവേഴ്സ് ആയിട്ട് ഓടിക്കാം. i ഈക്വൽ ടു 6, i ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, i ഈക്വൽ ടു i മൈനസ് 1. ഓക്കെ, അത് വേണമെങ്കിലും ഡിക്രിമെന്റ് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനകത്ത് നമ്മൾ നമ്മുടെ ഇതിനെ പ്രിന്റ് ചെയ്യണം. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ സ്ക്വയേഴ്സ് പ്രിന്റ് ചെയ്യാം. i ഈക്വൽ ടു i സ്ക്വയർ അല്ലെ, i റേസ് ടു ദ പവർ 2. അത് പ്രിന്റ് ചെയ്ത് നോക്കാം. 1, 4, 9, 16, 25, 36. ഓക്കെ, അപ്പൊ നമ്മളിവിടെ എന്ത് ചെയ്യാണ്, നമ്മളിവിടെ ഒരു ഈ പിന്നെ ലൂപ്പിംഗ് വേരിയബിളിനെ നമ്മൾ യൂസ് ചെയ്യാണ്. ഓക്കെ, ഇനി എപ്പോഴും ആലോചിക്കുക, വൈൽ ഉപയോഗിക്കുന്നത് ഒരു എന്താ പറയാ, ഒരു ഫിക്സഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ സാധാരണ എന്തെങ്കിലും നമ്പേഴ്സ് എടുത്തു വെച്ചിട്ടാണ് വൈൽ മീൻസ് വൈൽ ലൂപ്പ് ഉപയോഗിക്കാം. ഓക്കെ, എന്തെങ്കിലും ഒരു നമ്പർ ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു റേഞ്ചിനകത്ത് നമുക്ക് ലൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പൊ i ഈക്വൽ ടു ഉദാഹരണത്തിന് നമ്മൾ i ഈക്വൽ ടു 10 എടുക്കുന്നു, i ലെസ് ദാൻ ഓർ ഈക്വൽ ടു 16. അപ്പൊ 10 മുതൽ 16 വരെ ഇത് ചെയ്യാൻ വേണ്ടി 100 ഇങ്ങനെ. ഓക്കെ, 16ന്റെ സ്ക്വയർ ആണിത്, 256. അതിനെ ഡയറക്റ്റ് ആയിട്ട് പ്രിന്റ് ചെയ്യാം. അപ്പോൾ എപ്പോഴും ഒരു അറിയാവുന്ന ഒരു റേഞ്ചിനകത്ത്. ഓക്കെ, അപ്പോൾ ഇത് ചിലപ്പോ പിന്നെ എക്സും വൈയും ആയിരിക്കും. i ഈക്വൽ ടു എക്സ് വൈ, i ഈക്വൽ ടു എക്സ്, i ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രോഗ്രാമാറ്റിക്കലി എവിടുന്നെങ്കിലും ആ വേരിയബിൾ കിട്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാം. അപ്പൊ ഇതെപ്പോഴും നമ്പേഴ്സിനെ വെച്ചിട്ട്, നമ്പർ റേഞ്ചുകളെ വെച്ചിട്ട് ചെയ്യാനുള്ള പരിപാടിക്കാണ് നമ്മൾ എപ്പോഴും വൈൽ ഉപയോഗിക്കുക. ഓക്കെ, ഇനി നമ്മുടെ പിന്നെ നമ്മൾ ഒരു ലൂപ്പ് ഓടിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വേണം ചില സമയങ്ങളിൽ നമ്മൾ ഒരു ഇൻഫിനിറ്റ് ലൂപ്പ് ഓടിക്കുന്നു. ഓക്കെ, അപ്പോ ഇൻഫിനിറ്റ് ലൂപ്പ് ചില സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും, ലൂപ്പിനെ നിർത്തും. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷനുകളിലോ അല്ലെങ്കിൽ നമ്മള് പിന്നെ നമ്മൾ തീരുമാനിക്കുകയാണ്, ഇങ്ങനെ നമ്മളൊരു റേഞ്ച് കൊടുത്തു. ഓക്കെ, നമ്മൾ 16 വരെയുള്ള റേഞ്ച് കൊടുത്തു. അത് വീണ്ടും ഞാൻ 1 വരാം, 6, നമുക്കിത് 16 വെക്കാം. ഓക്കെ, ഇനി നമ്മള് ഒരു കണ്ടീഷൻ, അടുത്തൊരു കണ്ടീഷൻ നമ്മൾ വെക്കാണ്. എന്താണ്, ഒരു പ്രത്യേക കണ്ടീഷനിൽ ഈ ലൂപ്പ് നമുക്ക് നിർത്തണം. നമ്മളിവിടെ ഓൾറെഡി i ലെസ് ദാൻ ഓർ ഈക്വൽ ടു 16 കൊടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ഇതിനകത്തൊരു ഇഫ് എഴുതിയിട്ട്. ഓക്കെ, നമുക്ക് നിർത്തേണ്ട ഒരു വാല്യൂ, നമ്മൾ ഇവിടെ 12 ആയിട്ട് എടുക്കണം. if i ഈക്വൽ ടു 12. ഓക്കെ, ബ്രേക്ക്. ബ്രേക്ക് എന്ന് പറയുന്ന കീവേഡ് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ലൂപ്പില്ലേ, ഈ ഒരു ലൂപ്പിനെ ഈ കണ്ടീഷൻ നമ്മൾ ഇഫിനകത്തായിരിക്കും എഴുതുക. ഈ ഒരു കണ്ടീഷൻ എത്തുമ്പോൾ ഇത് എന്ത് ചെയ്യും, നിർത്തും. അപ്പൊ നമ്മളിവിടെ 10, നമ്മൾ ഈ ബ്രേക്ക് ഒന്നും ഇല്ലാതെ ഇതിനെ ആദ്യം ഒന്ന് ഓടിച്ചു നോക്കാം. 16 വരെ പ്രിന്റ് ചെയ്തു. ഇനി നോക്കാം,
12 ഈ ലൂപ്പ് ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 12 ഇതിന്റെ വാല്യൂ 12 ആയി കഴിഞ്ഞാൽ ഈ ലൂപ്പിൽ നിന്നും ഇതെന്ത് ചെയ്യും, പുറത്ത് കിടക്കും. അപ്പൊ ലൂപ്പിന് ഈ വൈലിന്റെ ബ്ലോക്കിന് പുറത്തുള്ള ഒരു സാധനം ഞാൻ ഇവിടെ എഴുതാണ്, പ്രിന്റ് ലൂപ്പ് എൻഡഡ്. ഓക്കെ, ഞാൻ ഇവിടെ വേറെ സാധനം എഴുതാണ്. ഇനി നോക്കാം എന്താ പ്രശ്നം. കമ്പാരിസൺ ഓപ്പറേറ്റർ എപ്പോഴും ഇതാണ്. ഓക്കെ, 11 എത്തി. എന്തുകൊണ്ടാ? ഇവിടെ നമ്മൾ ഇൻക്രിമെന്റ് ചെയ്തു. 11 ആയി കഴിഞ്ഞിട്ട് നമ്മൾ ഇൻക്രിമെന്റ് ചെയ്യും. ഇൻക്രിമെന്റ് ചെയ്തതിന് ശേഷമാണ് ഇവിടെ വരുന്നത്. അപ്പൊ എന്ത് പറ്റും, അടുത്തത് 12 ആണ്. അപ്പൊ 12 എത്തുന്നതിന് മുന്നേ ആയിട്ട് ഇത് ബ്രേക്ക് ചെയ്തു. ഇവിടെ ഇതിന്റെ വാല്യൂ 12 ആയി അല്ലെ, 11 പ്രിന്റ് ചെയ്തതിന് ശേഷം ഇവിടെ 12 ആയി. അപ്പോ i ഈക്വൽ ടു 12 വെച്ചിട്ട് ബ്രേക്ക് ചെയ്തു. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഈ ബ്രേക്ക് എന്ന് പറയുന്നതും, അപ്പൊ ഇതിന് പറയുന്ന ഈ ലൂപ്പിനകത്ത് നമുക്ക് ബ്രേക്ക് എന്ന് പറയുന്ന ഒരു പരിപാടിയും. ഇനി ബ്രേക്ക് എന്താ ചെയ്യുന്നത് മനസ്സിലായോ? ബ്രേക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൂപ്പ് ഓടുന്നതിനിടയ്ക്ക് എവിടെ വെച്ചിട്ട് നമുക്ക് ഇടയ്ക്ക് വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനെ ബ്രേക്ക് എന്ന് പറയും. ഓക്കെ, ഇനി അടുത്ത സാധനം ശ്രദ്ധിക്കാം. ഈ ബ്രേക്ക് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നെങ്കിൽ നമ്മളൊരു ഇൻഫൈനൈറ്റ് ലൂപ്പ്. ഓക്കെ, ഇപ്പൊ ഉദാഹരണത്തിന് ഇത് നോക്കാം. ഞാൻ ഇവിടെ ഒരു ഇൻഫൈനൈറ്റ് ലൂപ്പ് എഴുതാൻ പോവാം. ഇൻഫൈനൈറ്റ് ലൂപ്പ് എഴുതാൻ വളരെ സിമ്പിൾ ആ, വൈൽ ട്രൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഈ ഒരു കണ്ടീഷൻ മാച്ച് ആയിരിക്കും. ഓക്കെ, ഇനി ഞാൻ അതിനകത്ത് ഇത് എഴുതാണ്, i പ്രിന്റ് ചെയ്യുക, i ഈക്വൽ ടു 12. ഇതാ ഇൻഫൈനൈറ്റ് ലൂപ്പിനെ ബ്രേക്ക് ചെയ്യാൻ നമുക്ക് എപ്പോഴും ഇങ്ങനെ ഒരു കണ്ടീഷൻ കൊടുത്തിട്ട് എഴുതാം. അപ്പൊ നമ്മൾ നേരത്തെ i ലെസ് ദാൻ ഓർ ഈക്വൽ ടു 16 എന്ന് എഴുതിയില്ലേ, അതിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതാം, ഇഫ് i ഈക്വൽ ടു 12. അപ്പൊ 11 വെച്ചിട്ട് അത് നിൽക്കും എന്നുള്ളതാണ് ബ്രേക്ക്. ഓക്കെ, ഇതാണ് ഇൻഫൈനൈറ്റ് ലൂപ്പ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് നിർത്താനുള്ള പരിപാടി. ഓക്കെ, നമ്മൾ വീണ്ടും പഴയ ഇതിലേക്ക് പോകുന്നു. i ഈക്വൽ ടു ബ്രേക്കിന്റെ പരിപാടി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്താണ് ലൂപ്പിനകത്തുള്ള ബ്രേക്ക് എന്ന്? കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിന് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ടില്ല. അപ്പൊ നമ്മൾ ബ്രേക്ക് ഉപയോഗിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യാ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം അത് ആലോചിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നതിനെ നമ്മൾ ബ്രേക്ക് ചെയ്യുന്നു എന്ന് പറയുമ്പോഴും അതിനകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലൂപ്പ് പിന്നീട് ആ ലൂപ്പ് ഓടില്ല എന്നുള്ളത് നിങ്ങൾ ഓർത്തു വെക്കുക. ഓക്കെ, കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഓടുന്നതിനെ നിർത്താൻ വേറൊരു പരിപാടിയും കൂടിയുണ്ട്. അപ്പൊ ഈ ബ്രേക്ക് എന്ന് പറയുന്ന ഒന്നുമില്ല, ഓടുന്ന വണ്ടിക്ക് ബ്രേക്ക് ഇടുന്നു ആലോചിച്ചാൽ. ഓക്കെ, ബ്രേക്ക് ഇട്ടു, അതിനുശേഷം വീണ്ടും സ്റ്റാർട്ടിങ് ഇല്ല, ബ്രേക്ക് ഇട്ടു, അവിടെ നിന്നു. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു വൈൽ ലൂപ്പ് ഇത് ചെയ്യുന്നത്. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ലൂപ്പ് ചെയ്യുന്നതിനിടയ്ക്ക് നമുക്ക് ഒരു ഐറ്ററേഷൻ ഇങ്ങനെ ഈ വൈൽ ലൂപ്പിനെ ഓരോ വെട്ടവും ഈ ഒരു ബ്ലോക്കിനെ ഓരോ വെട്ടം വിളിക്കുന്നത് ഈ ഇങ്ങനെ ചെയ്യുന്ന പരിപാടിയെ നമ്മൾ പറയുന്ന ഐറ്ററേഷൻ എന്നാണ്. എന്ന് വെച്ചാൽ ആവർത്തിക്കുക. ഈ അകത്തുള്ള ഈ ഒരു ബ്ലോക്ക് ഇല്ലേ, വയലിനകത്തുള്ള ബ്ലോക്ക് നമ്മൾ വീണ്ടും 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 വിളിക്കുകയല്ലേ, അതിനാണ് ഐറ്ററേഷൻ എന്ന് പറയുന്നത്. അപ്പം ഓരോ ഐറ്ററേഷൻ ആണ്. ആദ്യത്തെ ഐറ്ററേഷൻ ആണ് i ഈക്വൽ ടു 1. ഓക്കെ, അപ്പൊ ഇവിടെ 1 പ്രിന്റ് ചെയ്തു. ഇതാണ് ഫസ്റ്റ് ഐറ്ററേഷൻ. സെക്കൻഡ് ഐറ്ററേഷനിൽ വരുമ്പോൾ എന്ത് പറ്റും, ഐയുടെ വാല്യൂ ഓൾറെഡി ഫസ്റ്റ് ഐറ്ററേഷനിൽ +1 കൂടി. സെക്കൻഡ് ഐറ്ററേഷനിൽ വരുമ്പോൾ അതിന്റെ വാല്യൂ 2 ആവും. തേർഡ് ഐറ്ററേഷനിൽ വരുമ്പോഴത്തേക്ക് ഇതിന്റെ വാല്യൂ ഓൾറെഡി 3 ആയിരിക്കും. അങ്ങനെ നമ്മൾ മൊത്തത്തിൽ എത്ര ഐറ്ററേഷൻ ഉണ്ട്? നമുക്ക് 11 ഐറ്ററേഷൻ ഉണ്ട്. കാരണം ഇവിടെ 12ാമത്തെ ഐറ്ററേഷനിൽ ഇത് ബ്രേക്ക് ചെയ്തു. ശരിക്കും ഇതിനകത്ത് 16 ഐറ്ററേഷൻ വേണ്ടതാണ്. പക്ഷെ 11ാമത്തെ ഐറ്ററേഷൻ കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ബ്രേക്ക് ചെയ്തു. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഓരോ ഐറ്ററേഷനെയും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനിടയ്ക്ക് സെലക്റ്റീവ് ആയിട്ട് ഒരെണ്ണത്തിനെ അല്ലെങ്കിൽ ഒന്നിലധികം എണ്ണത്തിനെ നമുക്ക് സ്കിപ്പ് ചെയ്യാം. എന്ന് വെച്ചാൽ ആ ഒരു ഐറ്ററേഷൻ മാത്രം നമ്മൾ ഒഴിവാക്കാം. അതിന് പറയുന്ന ബ്രേക്കിന് പകരം നമ്മൾ കണ്ടിന്യൂ എന്ന് എഴുതും. അപ്പൊ കണ്ടിന്യൂവിന്റെ പ്രത്യേകത എന്താ?
ഒരു ഐറ്ററേഷൻ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കണ്ടീഷനിലുള്ള ഐറ്ററേഷനെ മാത്രം സ്കിപ്പ് ചെയ്യും. എന്ന് വെച്ചാൽ അന്നേരം ആ സമയത്ത് മാത്രം ഇതിനെ ഇത് ചെയ്യില്ല. ആ ഒരു പക്ഷെ എന്ത് ചെയ്യും, ഇത് കണ്ടിന്യൂ ചെയ്യും. ഈ കണ്ടിന്യൂ നമ്മൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കണ്ടിന്യൂവിന് ശേഷം ആയിരിക്കണം നമ്മുടെ ഇത് എഴുതേണ്ടത്. എന്താ, നമ്മുടെ ഇൻക്രിമെന്റ് എഴുതാം. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയോ, i=12 കണ്ടിന്യൂ എന്ന് എഴുതി, ഇത് ഇൻക്രിമെന്റ് ആയില്ല, ഇത് സ്കിപ്പ് ചെയ്യും. ആ ഒരു ഐറ്ററേഷൻ സ്കിപ്പ് ചെയ്തിട്ട് വീണ്ടും വരുമ്പോൾ എന്ത് പറ്റും, ഇൻക്രിമെന്റ് ആവില്ല. ഓക്കെ, അപ്പോൾ ഈ ഇഫ് കണ്ടിന്യൂ എന്ന് എഴുതുകയാണെങ്കിൽ ഇൻക്രിമെന്റ് ഇതിന് പുറത്തെഴുതണം എന്നുള്ളതാണ്. അപ്പൊ ഇതൊരു ഇൻഫിനിറ്റ് ലൂപ്പിലേക്ക് പോയി. ഒരു സെക്കൻഡ്, ഇതിനകത്ത് ചെറിയൊരു പ്രശ്നമുണ്ട്. ഓക്കെ, ഇൻക്രിമെന്റും പ്രിന്റും ലൂപ്പിന് ശേഷം എഴുതണം. ഏതാ? അല്ലല്ല, ഇത് ഇൻക്രിമെന്റും പ്രിന്റും ലൂപ്പിന് ശേഷം അല്ല, പറയാം. ഇൻക്രിമെന്റ് പ്രിന്റും കണ്ടിന്യൂവിന് ശേഷം അപ്പുറത്തെ ബ്ലോക്ക്. ഇൻക്രിമെന്റ് കണ്ടിന്യൂവിന് ശേഷം എഴുതിയാലുള്ള പ്രശ്നം എന്താണെന്നറിയാം. ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇൻക്രിമെന്റ് ഇതിന് ശേഷം എഴുതി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ അതാണ് നേരത്തെ കാണിച്ചത്. ഇപ്പൊ ഇൻക്രിമെന്റ് നമ്മൾ ഇതിന് ശേഷമാണ് എഴുതുന്നതെന്ന് വെച്ചോ, ഇവിടെ എഴുതുകയാണെന്ന് വെച്ചോ, എന്താ പറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഐ പ്രിന്റ് ചെയ്യും, അതിനുശേഷം ഐ ചെക്ക് ചെയ്യും 12 ആയോ എന്നുള്ളത്. ഓക്കെ, 12 ആയി കഴിഞ്ഞാൽ ഇത് സ്കിപ്പ് ചെയ്യും. അപ്പൊ സ്കിപ്പ് ചെയ്യുമ്പോൾ എന്താ പറ്റുക, ഈ ഒരു ഐറ്ററേഷൻ, ഈ കറന്റ് ഐറ്ററേഷനെ സ്കിപ്പ് ചെയ്യും. മനസ്സിലായോ? ഈ 12 ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ 12 പ്രിന്റ് ചെയ്യും. 12 പ്രിന്റ് ചെയ്തതിന് ശേഷം ഇവിടം വെച്ചിട്ട് ഇത് സ്കിപ്പ് ചെയ്യും. അപ്പൊ എന്ത് പറ്റും, ഇൻക്രിമെന്റ് ആവില്ല. അപ്പൊ അത് വീണ്ടും ഒരു ഇൻഫിനിറ്റ് ലൂപ്പിലേക്ക് പോകും. ഇത് കണ്ടോ, 12 പിന്നെ തുടർച്ചയായിട്ട് പ്രിന്റ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഓട്ടോമാറ്റിക്കലി ഒരു മെമ്മറി മാനേജ്മെന്റ് ഉള്ളതുകൊണ്ട് ഇവിടെ വെച്ചിട്ട് ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ ഇത് നിൽക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഇതൊരു ഇൻഫിനിറ്റ് ലൂപ്പ് പോലെ തന്നെയാണ്. ഒരു സ്റ്റേജ് എത്തുമ്പം ഇത് ഓട്ടോമാറ്റിക്കലി അതിനെ കില്ല് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വേറെ പ്രശ്നമില്ല. അപ്പൊ എപ്പോഴും ഇൻക്രിമെന്റ് എവിടെയാ വരണ്ടേ, ഇൻക്രിമെന്റ് ഇവിടെയും യൂസേജ് നമുക്ക് എഴുതാം 14, 15. ഓക്കെ, യൂസേജ് ഇതിന് ശേഷമാണ് വരിക. ചേട്ടാ, അപ്പൊ ഇത് ഓൺലൈൻ ആയത് കാരണമാണോ ഇത് കണ്ടിന്യൂസ് ആയിട്ട് പ്രിന്റ് ആവാതിരുന്നത്? അതെ, ഇപ്പൊ നമ്മളിപ്പോ ഈ ലാപ്പിൽ ഇപ്പൊ പ്രോഗ്രാം ചെയ്തോണ്ടിരിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാല് അത് കണ്ടിന്യൂസ് ആയിട്ട് ക്രാഷ് ആവാം. എന്ന് വെച്ചാൽ ഓൾറെഡി ഒരു പിന്നെ പൈത്തൺ ഓൾറെഡി ഒരു ഓട്ടോമാറ്റിക് മെമ്മറി മാനേജ്മെന്റ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സിസ്റ്റം ക്രാഷ് ആവത്തില്ല, പക്ഷെ ആ പ്രോഗ്രാം ക്രാഷ് ആവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ സാധാരണ എന്താ ചെയ്യാന്ന് വെച്ചാൽ 0-യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. കാരണം നമ്മൾ ഓൾറെഡി ഇൻക്രിമെന്റ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുക. ഓക്കെ, അപ്പോൾ 0-യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇൻക്രിമെന്റ് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ പിന്നെ അങ്ങനെയുള്ള കേസുകളിൽ 0 to 15 ആയിരിക്കും നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുക. പക്ഷെ ഇതിനകത്ത് ശ്രദ്ധിക്കുക, 12ന്റെ ഐറ്ററേഷനിൽ നമ്മൾ പ്രിന്റ് ചെയ്തിട്ടില്ല. മനസ്സിലായോ? അപ്പൊ എന്താണോ നമ്മൾ സ്കിപ്പ് ചെയ്യേണ്ടത് ആ സാധനം ഈ ഇഫിന് പുറത്തെഴുതണം. മനസ്സിലായോ? ഈ കണ്ടിന്യൂവിന് പുറത്തെഴുതണം. ഈ ഇൻക്രിമെന്റ് എപ്പോഴും എന്ത് ചെയ്യണം, ഇതിന് മുന്നേ തന്നെ നടക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് ശേഷം നമ്മൾ എന്ത് ഇൻക്രിമെന്റ് എഴുതിയാലും അത് സ്കിപ്പായി പോവും. മനസ്സിലായോ? ഇതിന് ശേഷം നമ്മൾ എന്ത് എഴുതിയാലും സ്കിപ്പായി പോവും. അല്ലെങ്കിൽ സുനീഷ് ഭായ് പറഞ്ഞ പരിപാടി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എൽസ് എഴുതേണ്ടി വരും. മനസ്സിലായോ? ഇങ്ങനെ എഴുതാം.
else. അപ്പോ ഇതിനകത്ത് അപ്പൊ പിന്നെ നമുക്ക് വളരെ സിമ്പിൾ ആണ്. എന്താ, 12 ആണെങ്കിൽ കണ്ടിന്യൂ, അല്ലെങ്കിൽ ഇത്. അപ്പോഴും നമ്മൾ വേറെ കാര്യം ചെയ്യേണ്ടത്, ഇവിടെയും ഈ ഒരു പ്രശ്നം വരും ഇല്ലേ, ഈ ഒരു പ്രശ്നം വരും, എന്തായാലും വരും. അപ്പോ ഇൻക്രിമെന്റ് മുന്നേ തന്നെ ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് കണ്ടിന്യൂ if ബ്ലോക്കിൽ കണ്ടിന്യൂവിന് മുന്നേ ഐ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യാമോ? ഇഫ് ബ്ലോക്കിനകത്ത് ചെയ്യാൻ പറ്റില്ലല്ലോ, കാരണം ആ ഒരു കണ്ടീഷനിൽ മാത്രമല്ല പിന്നെ ഇൻക്രിമെന്റ് ചെയ്യൂ. അപ്പൊ ഇൻഫിനിറ്റ് ആവൂല. അല്ല, ഇഫിന് ശേഷം അല്ല, ഇൻക്രിമെന്റ് ചെയ്യാം. നമ്മൾ 2 വട്ടം എഴുതേണ്ടി വരും, അതുകൊണ്ടാണ്. മനസ്സിലായോ? നമ്മള് 2 വട്ടം എഴുതേണ്ടി വരും ഈ സാധനം. അതെ, പക്ഷെ അങ്ങനെ എഴുതാം ഇഫിനകത്ത്, അങ്ങനെ എഴുതാം, പക്ഷെ നമ്മളത് റിപ്പീറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ടല്ലോ, അപ്പൊ പിന്നെ അതിൽ കാര്യമില്ല. അതുകൊണ്ടാണ് അത് പൊതുവെ അങ്ങനെയാണ് ഒഴിവാക്കാറ്. ആദ്യമേ ഇൻക്രിമെന്റ് ചെയ്തിട്ട് I12 കണ്ടിന്യൂ, അത് കഴിഞ്ഞിട്ട് അതിനുശേഷം നമ്മൾ ഇതിന്റെ യൂസേജ് എഴുതും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കേണ്ടത് ആ ഒരു പോർഷൻ എഴുതും. അപ്പൊ കണ്ടിന്യൂ അവിടെ വെച്ച് തന്നെ എക്സിക്യൂട്ട് ചെയ്തിട്ട് തിരിച്ചു പോകും. അപ്പൊ ആ രീതിയിലാണ് ചെയ്യാറ്. സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുന്നത് അങ്ങനെയാണ്. ഇപ്പോ ഇങ്ങനെ ഇപ്പോ നമ്മൾ 1 മുതൽ 16 വരെയാണ് പിടിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇങ്ങനെ ആയിരിക്കും എഴുതുക, I=0, I<16, ഇങ്ങനെ. ഇതിന്റെ എന്തുകൊണ്ടാണ് ഈ വൈൽ ലൂപ്പിന് ഇത്രയും കോംപ്ലക്സിറ്റി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൈൽ എന്ന് പറയുന്നത് ഒരു എന്താ പറയാ, ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ലൂപ്പാണ്. അതുകൊണ്ടാണ് പൊതുവെ നിങ്ങൾ പ്രോഗ്രാമുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഇൻഫിനിറ്റ് ലൂപ്പിംഗ് അല്ലാതെയുള്ള പരിപാടികൾക്ക് ഒന്നും തന്നെ നമ്മൾ പൊതുവെ വൈൽ ഉപയോഗിക്കാറില്ല. പകരം നമ്മൾ ഫോർ ലൂപ്പ് ആയിരിക്കും ഉപയോഗിക്കുക. ഓക്കെ, നമ്മൾ വൈലിന് ഒരു ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു എൽസ് പാർട്ട് ഉണ്ട്. ഓക്കെ, ഈ എൽസ് പാർട്ട് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മൾ ഇഫിന് എൽസ് ഉണ്ടായില്ലേ, ഈ ഒരു കണ്ടീഷൻ ഉള്ളപ്പോഴാണ് വൈൽ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുക. ഇങ്ങനെ ഒരു കണ്ടീഷൻ നമ്മൾ മാച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു എൽസ് പാർട്ട് നമുക്ക് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, ഞാൻ ലൂപ്പ് എൻഡഡ് എഴുതാണ്. എന്നിട്ട് ഇത് നമ്മൾ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, 16 എന്നുള്ള കണ്ടീഷനിൽ വെച്ചിട്ട് എന്ത് പറ്റും, 16 എത്തുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു കണ്ടീഷൻ പിന്നീട് സാറ്റിസ്ഫൈ ആവില്ലല്ലോ. അന്നേരം മാത്രം ഇവിടെ നമ്മളിപ്പോ ഇഫ് ആണ് എഴുതിയെന്നുണ്ടെങ്കിൽ എൽസ് എപ്പോഴായിരിക്കും ആവുക, ഐയുടെ വാല്യൂ 16 അതിന് മുകളിലോ പോകുമ്പോഴാണ് ഈ എൽസ് ആക്ടിവേറ്റ് ആവുക. അതുപോലെ തന്നെയാണ് വൈലിനകത്തും. അപ്പൊ നോക്കാം, ഞാൻ പ്രിന്റ് എൽസ് ലൂപ്പ് എഴുതി, അപ്പോ ഇത് 16 എത്തുമ്പോഴാണ് ഇത് ചെയ്യുക. ഇനി നമ്മൾ ആ ബ്രേക്കിന്റെ കണ്ടീഷൻ എടുക്കുകയാണ്, I=12 വെച്ചിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താ, ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും എൽസ് പോർഷൻ വർക്ക് ചെയ്യില്ല. കാര്യം എന്താ, ബ്രേക്ക് ചെയ്തപ്പോ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ, ഈ വൈൽ അല്ലെങ്കിൽ ഈ ലൂപ്പിന്റെ ഭാഗമില്ലേ, അതിനെ മൊത്തത്തിൽ നമ്മൾ ക്ലോസ് ചെയ്തിട്ടാ പുറത്തിറങ്ങുന്നത്. അപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, ബ്രേക്കിന് ശേഷം എൽസിലേക്ക് പോവില്ല. കാരണം ഈ ഒരു വൈൽ കണ്ടീഷൻ അപ്പോഴും ട്രൂ ആണ് എന്നുള്ളത് കൊണ്ടും, അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ എഴുതാം. ഓക്കെ, ട്രൂ. ഓക്കെ, ഇത് ശ്രദ്ധിച്ചാൽ മതി. ഇത് ഒരു ഇൻഫിനിറ്റ് ലൂപ്പാണ്, പക്ഷെ നമ്മൾ 12 എത്തുമ്പോൾ നമ്മൾ ഇതിനെ ബ്രേക്ക് ചെയ്യാണ്. ഇപ്പോ എൽസ് ഓടുമെന്ന് നോക്കാം. കണ്ടോ, എൽസ് ഓടില്ല. കാരണം എൽസ് ഈ ഒരു ലൂപ്പിന്റെ ഭാഗമാണ്, വൈലിന്റെ ഭാഗം തന്നെയാണ്. അതുകൊണ്ട് എന്താ പറ്റുക, നമ്മൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ ലൂപ്പ് എൻഡഡിലേക്കാണ് വരിക. ഇത് എൽസ് നമ്മൾ പൊതുവെ എന്ന് വെച്ചാൽ ലൂപ്പ് നോർമൽ ആയിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ മാത്രം ഒരു എൽസ് കണ്ടീഷൻ കൊടുക്കുന്നത്. എൽസ് ഈഫിന്റെ അല്ലേ? ഏതാ?
എൽസ് 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 ഈഫിന്റെ അല്ല. എൽസ് വൈലിന് ഒരു എൽസ് ഉണ്ട്. ഓ വൈലിന്റെ ഭാഗമായിട്ട് ഒരു എൽസ് വരുന്നുണ്ട്. ഇഫിന്റെ എൽസ് ആണെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും ശ്രദ്ധിച്ചാൽ ഇത് ഇഫിന്റെ ആണോ? ഇഫിന്റെ എൽസ് ആണെങ്കിൽ അത് ഇവിടെ ആയിരിക്കും വരിക. ഇവിടെ അല്ല വരിക, ഇവിടെ അല്ല വരിക. ഇത് എപ്പോഴും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇൻഡന്റേഷൻ എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പൊ പൈത്തന്റെ മെയിൻ സാധനം ഇൻഡന്റേഷൻ ആണ്. ഇഫ് എഴുതി, ഇഫിനകത്തുള്ള ബ്രേക്ക്, പ്രിന്റ് ഇഫിനകത്തല്ല. പ്രിന്റ് എവിടെയാ വരിക? വയലിന്റെ ഉള്ളിലാണ് പ്രിന്റ് വരിക. അപ്പൊ ഇങ്ങനെ നമ്മൾ എൽസ് എഴുതുമ്പോൾ ഇത് വയലിന്റെ കൂടെ വരുന്ന എൽസ് ആണ്. അപ്പൊ ഇഫിന്റെ എൽസ് ഇഫിന്റെ അതേ ലൈനിൽ വരും. എൽസിന്റെ അകത്തുള്ള ബ്ലോക്കാണ് ഇത്. മനസ്സിലായി? ഇത് എഫിന്റെ അല്ല, വയലിനും ഈ പറയുന്ന പോലെ ഇഫ് പോലെ ഒരു എൽസ് ഉണ്ട്. ഓക്കെ. അപ്പോ ഇത് നമ്മള് സാധാരണ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പ്രോഗ്രാമുകളിൽ ജസ്റ്റ് എൽസ് ചിലപ്പോൾ ഇതുപോലെ എന്തെങ്കിലും പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഉപയോഗിക്കുക. അല്ലാതെ ഉപയോഗിക്കാൻ ഞാൻ പ്രത്യേകിച്ച് ഒരു പ്രാക്ടിക്കൽ റീസൺ കാണുന്നില്ല. കാര്യം ഇത് ഈ ലൂപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് ഓടിച്ചു കഴിഞ്ഞാലും ബ്രേക്ക് ഇല്ലാത്തടത്തോളം കാലം ഇതിൽ പിന്നെ ഈ നമ്മൾ പുറത്തെഴുതിയേക്കുന്ന പ്രിന്റിന് ഏകദേശം സെയിം തന്നെയാണ്. ബ്രേക്ക് നമ്മൾ അകത്ത് ബ്രേക്ക് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു പ്രശ്നം വരിക. ഓക്കെ. അപ്പൊ ഇത് ശ്രദ്ധിക്കുക. ഈ എൽസ് എന്ന് പറയുന്നത് വൈൽ ഓടിയതിനു ശേഷം, വൈൽ ലൂപ്പ് കംപ്ലീറ്റ് ആയതിനു ശേഷം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്നതാണ് എന്ന് വിചാരിക്കുക. പക്ഷേ ബ്രേക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ആ എൽസിലേക്ക് പോവില്ല. അപ്പോൾ സിമ്പിൾ ആണ്. വൈലിന് ശേഷം ഓടിക്കാൻ വേണ്ടി വെച്ചേക്കുന്ന ഒരു പോർഷൻ ആണ് എൽസിനകത്ത് നമ്മൾ എഴുതുക. പക്ഷെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പോർഷൻ ഓടില്ല. ഓക്കെ. ഇതാണ് നമ്മൾ വൈൽ ലൂപ്പിനകത്ത് കാണാൻ മീൻസ് മെയിൻ ആയിട്ട് ഉള്ള ഒരു പോർഷൻ. ഓക്കെ. ഒരു സെക്കൻഡ്, സ്ലൈഡിന് എന്ത് പറ്റി? ഓക്കെ. നമ്മൾ അടുത്ത ലൂപ്പ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്, അടുത്ത ലൂപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരെണ്ണമാണ്. എന്താ? ഫോർ ലൂപ്പ്. ഈ ഫോർ ലൂപ്പിന് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. ഫോർ ലൂപ്പ് ഒരു നമ്മൾ ഒരു ഐട്രബിൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോർ ലൂപ്പ് അതിനകത്തുള്ള ഓരോ എലിമെന്റിലും ഓടിക്കളിച്ച് തിരിച്ചു വരും. ഓക്കെ. അപ്പോ നമ്മള് ഒരു ലിസ്റ്റ്, നമുക്ക് ഏറ്റവും സുഖമായിട്ട് ഓടിക്കാവുന്ന ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത് ഐട്രബിൾ എന്ന് പറയുന്ന ലിസ്റ്റ് ആണ്. ഓക്കെ. മൈ ലിസ്റ്റ്. ഇതിനകത്ത് നമ്മൾ നമ്പേഴ്സ് കൊടുക്കാം. 12, 25, 24, 65. ഓക്കെ. 3 എലിമെന്റ്സ് ഉള്ള ഒരു ലിസ്റ്റ്. ഓക്കെ. ഫോർ ലൂപ്പ് വളരെ സിമ്പിൾ ആണ്. ഇതിനകത്ത് നമുക്ക് ഈ ഓരോ വാല്യൂം ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു വേരിയബിളിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അത് ഒരു ലൂപ്പിംഗ് വേരിയബിൾ ആണ്. ഓക്കെ. അത് ഒരു ലൂപ്പിംഗ് വേരിയബിൾ ആണ്. പക്ഷെ ആ വേരിയബിളിനെ നമുക്ക് ഡിക്ലെയർ ചെയ്യേണ്ട കാര്യമില്ല. ഫോറിന്റെ സ്ട്രക്ചറിനകത്ത് തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇത് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇതിനകത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈ നം എന്ന് കൊടുക്കാം. ഓക്കെ. മൈ നം ഇതാണ് പിന്നീട് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ. അപ്പൊ ഈ മൈ നം എവിടെ ഡിഫൈൻ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫോർ ലൂപ്പിനകത്ത് നമുക്ക് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട് ഓൾറെഡി. ഇത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫോർ ലൂപ്പ് നമുക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് തരും. മൈ നം ഇൻ മൈ ലിസ്റ്റ്. ഇത്രയേ ഉള്ളൂ. ഈ മൈനം നമ്മൾ പ്രത്യേകമായിട്ട് പുറത്ത് ഡിക്ലെയർ ചെയ്യേണ്ട കാര്യമില്ല. മൈനം ഓൾറെഡി ഇദ്ദേഹം എന്ത് ചെയ്യും? ഡിക്ലെയർ ചെയ്ത് നമുക്ക് വേണ്ടി ഇത് ചെയ്യും. ഓക്കെ. ഈ ഫോർ മൈനം ഇൻ മൈ ലിസ്റ്റ്, ഇതിനുശേഷം നമ്മൾ മൈ ലിസ്റ്റ് പ്രിന്റ് ചെയ്യില്ല. ഓക്കെ. അല്ലെ മൈ ലിസ്റ്റ് നമ്മൾ പിന്നീട് റെഫർ ചെയ്യില്ല. നമ്മൾ എപ്പോഴും മൈ നം ആയിരിക്കും ഉപയോഗിക്കും. ഓക്കെ. വൈൽ ലൂപ്പിൽ ഒരു സംശയം ഉണ്ടായിരുന്നു, ചോദിച്ചോട്ടെ? ചോദിച്ചോ. നമുക്ക് വൈൽ ലൂപ്പില് ട്രൂ ബ്ലോക്കും ഫോൾസ് ബ്ലോക്കും ഉണ്ടല്ലോ. അതില് എന്ത് ബ്ലോക്ക്? ട്രൂ ബ്ലോക്ക്, അതായത് മെയിൻ ബ്ലോക്ക്. അതെ, മെയിൻ ബ്ലോക്ക്, ഫോൾസ് ബ്ലോക്ക്, ട്രൂ ബ്ലോക്ക്. ട്രൂ ബ്ലോക്ക്. അപ്പൊ അതില് നമുക്ക് 2 കണ്ടീഷൻ കൊടുക്കാൻ പറ്റുമോ? അതായത്
ആൻഡ് അല്ലെങ്കിൽ ഓർ അങ്ങനെ? കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല. അത് നമ്മൾ ലോജിക്കൽ, സാധാ നമ്മുടെ ലോജിക്കൽ ഇത് പോലെ തന്നെയാണ്. വൈൽ 1 ലെസ് ദാൻ 2 ആൻഡ് 3 ലെസ് ദാൻ 4 എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാം. ഓക്കെ, അതേപോലെ തന്നെ 4ലും കൊടുക്കാൻ പറ്റുമോ? 4-നകത്ത് കൊടുക്കാൻ പറ്റില്ല. 4 കണ്ടില്ല. 4-നകത്ത് അങ്ങനെയില്ല. 4-നകത്ത് നമ്മൾ ഓൾറെഡി ഒരു ഐട്രബിള് കൊടുത്ത് ആ ഐട്രബിളിനകത്ത് ലൂപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി. അത് ഹാൻഡിൽ ചെയ്യാം, ഇതിനകത്ത് പിന്നീട് നമുക്ക് എഴുതിയിട്ടൊക്കെ ചെയ്യാം. പക്ഷെ നമ്മൾ പൊതുവെ അങ്ങനെ ആ രീതിയിൽ യൂസ് ചെയ്യാറില്ല. അത് നമ്മൾ ബ്രേക്ക് കണ്ടീഷൻ ആയിട്ട് കൊടുത്തിട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂ കണ്ടീഷൻ ആയിട്ടൊക്കെ കൊടുത്തിട്ട് അങ്ങ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പം മൈനം എന്ന് പറയുന്നത് നമ്മളൊരു ലൂപ്പിംഗ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെയാണ് പിന്നീട് നമ്മൾ യൂസ് ചെയ്യുക. അപ്പം മൈനമിനകത്ത് എന്താ ചെയ്യുക? ആദ്യം ഇതിന്റെ 0 ഇൻഡെക്സ് എടുക്കും. ഇത് ഇൻഡെക്സ് 1 എടുക്കും, 2 ഇൻഡെക്സ് എടുക്കും. അടുത്ത ഇൻഡെക്സ് ഉണ്ടോ എന്ന് നോക്കും, ഇല്ല, അപ്പോൾ അവിടെ വെച്ചിട്ട് അത് നിർത്തുകയും ചെയ്യും. ഇത്രയാണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള, വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ലൂപ്പാണ്. ഇതിനകത്ത് പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ വേറെ ഐട്രബിൾസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സെറ്റ് എടുക്കാം. അപ്പൊ സെറ്റിനകത്ത് നമ്മൾ കൊടുത്ത ഓർഡറിലൊന്നും ആവണം എന്നില്ല ഔട്ട്പുട്ട് വരിക, അല്ലെ? 24, 65, 12 സെറ്റിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മള് ഇതിലേക്ക് പോകും. ഏതാ? നമ്മുടെ ഡിക്ഷണറിയിലേക്ക് പോകുമ്പോൾ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. ഡിക്ഷണറിയിൽ കീ വാല്യൂ പെയർ ആണ്, അല്ലെ? 1, 2, 3. ഓക്കെ, ഡിക്ഷണറിയിൽ നമ്മളൊരു മൈനം എഴുതി കഴിഞ്ഞാൽ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ കീ ആണ് എടുക്കുക, വാല്യൂവിനെ അല്ല മൈനമിലേക്ക് എടുക്കുക. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വാല്യൂവിനെ പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതേണ്ടി വരും, മൈ ലിസ്റ്റ്. മനസ്സിലായോ? ഇതാണ് നമ്മുടെ എപ്പോഴും എന്താ പറയാ ഒരു ഫോർ ലൂപ്പിന്റെ സ്ട്രക്ചർ. അപ്പൊ ഫോർ ലൂപ്പിനകത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തെഴുതാം? വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പിന്നെ വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ കണ്ടിന്യൂ ബ്രേക്കും ഒക്കെ എടുക്കും. ഡൗട്ട് ചോദിക്കാനുണ്ടോ? ഷാനവാസിന്റെ ആണ്. ഓക്കെ, അപ്പൊ ഇതിനകത്തും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്രേക്കും കണ്ടിന്യൂ ഒക്കെ എഴുതാം കേട്ടോ. പിന്നെ ഇഫ് ഞാന് ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മൾ വീണ്ടും ഇതിനെ ഒരു ലിസ്റ്റിലേക്ക് കൊണ്ടുപോവാണ്. ലിസ്റ്റിലേക്ക് കൊണ്ടുപോയിട്ട് ഞാനിവിടെ കുറച്ച് വലിയൊരു ലിസ്റ്റ് എഴുതാം. ഇതിനകത്ത് നമ്മൾ മൈനം ആയിരിക്കും ഉപയോഗിക്കുക. അപ്പോൾ ഐട്രബിൾസില് ഡിക്ഷണറിക്ക് മാത്രമാണ്, ഡിക്ഷണറിയിലാവുമ്പോൾ നമ്മൾ ലൂപ്പ് വേരിയബിൾ ക്യാച്ച് ചെയ്യുന്നത് എന്തായിരിക്കും? എപ്പോഴും കീ ആയിരിക്കും, വാല്യൂ ആയിരിക്കില്ല. ഓക്കെ, നമ്മളിവിടെ പ്രിന്റ് ചെയ്യാണ്. ഇനി ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇൻക്രിമെന്റിന്റെ പരിപാടിയില്ല, ഒന്നുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഐ ഓൾറെഡി ഡിക്ലെയർ ചെയ്തിട്ട് ഇത് എപ്പോഴും ലിസ്റ്റിൽ അല്ലെങ്കിൽ ലിസ്റ്റ് പോലെയുള്ള നമ്മുടെ ഐട്രബിൾസിലാണ് ഉപയോഗിക്കുക. ഓക്കെ, അപ്പോ ഇതിനകത്ത് നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു കണ്ടീഷൻ എഴുതാണ്. മൈനം ഈക്വൽ ടു, ഓക്കെ, നമ്മളപ്പോ ഇതിനെ ലാസ്റ്റിലേക്ക് മാറ്റും. എങ്ങോട്ട്? ഈ ഇഫിന് പുറത്തേക്ക് മാറ്റും. ഇപ്പൊ ഇഫിനകത്തേക്ക് വരും, ഇഫിന് പുറത്തേക്ക് മാറ്റാണ്. ഇങ്ങനെയായിരിക്കും നമ്മൾ എഴുതുക. മൈനം ഡബിൾ ഈക്വൽ ടു എന്താ? കമ്പയർ ചെയ്യാണ്. ഈക്വൽ ടു 8. ഓക്കെ, 8 ആണെന്നുണ്ടെങ്കിൽ എന്നിട്ട് കോളൻ ഇട്ടതിന് ശേഷം നമ്മൾ ഇവിടെ വെച്ചിട്ട് ലൂപ്പിനെ ബ്രേക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിന്റെ അതിന് ശേഷമുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിനകത്ത് നമ്മൾ ഈ ലൂപ്പിനകത്ത് ഒരു കണ്ടീഷൻ എഴുതാണ്. 8 എന്ന് പറയുന്ന വാല്യൂ വന്നാൽ, ഓക്കെ, 8 എന്ന് പറയുന്ന വാല്യൂ വന്നാൽ എന്ത് ചെയ്യണം? നമ്മൾ അവിടെ വെച്ചിട്ട് ഇതിനെ നിർത്തണം. അവിടെ വെച്ചിട്ട് നമ്മുടെ ഈ ലൂപ്പ് ബ്രേക്ക് ആവണം. കണ്ടോ?
1547 7 വരെ എത്തി. 8 എത്തിയപ്പോൾ 8 എന്ന് പറയുന്ന വാല്യൂ ഇത് എൻകൗണ്ടർ ചെയ്തപ്പോൾ എന്ത് ചെയ്തു? ബ്രേക്ക് ചെയ്തു. ഇനി വേണമെങ്കിൽ നമുക്ക് കണ്ടിന്യൂ എഴുതാം. അപ്പൊ നമ്മൾ നേരത്തെ പോലെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. 8 മാത്രം നമ്മൾ സ്കിപ്പ് ചെയ്തു. അപ്പൊ 8 എത്തിയപ്പോ എന്ത് ചെയ്തു? പ്രിന്റിലേക്ക് പോയില്ല, ഇവിടുന്ന് വീണ്ടും തിരിച്ചു പോയി. അടുത്ത ഇത് എടുക്കാൻ വേണ്ടിയിട്ട് 8-ന് ശേഷം നമ്മൾ എന്ന് വെച്ചാൽ 7-ന് ശേഷം 8 എത്തിയപ്പോ നമ്മൾ കണ്ടിന്യൂ അടിച്ചു. 6 3. ഓക്കെ. ഇനി വേറൊരു കാര്യം പറയാം. നമ്മള് ഈ ഐട്രബിൾസിൽ അപ്പൊ നമ്മൾ ബ്രേക്ക് കണ്ടു, കണ്ടിന്യൂ കണ്ടു, ഇത്ര തന്നെ നമുക്ക് ഇത് ചെയ്യാം. ഓക്കെ. ഇതിനകത്ത് എൽസിന് പ്രത്യേകിച്ച് സ്ഥാനമൊന്നുമില്ല. കാര്യം എന്താ? ഇതിനകത്ത് എന്താ പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. നമുക്ക് ഈ ഒരു കണ്ടീഷൻ മാച്ച് ആവാത്ത സിറ്റുവേഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഇല്ല. അതുകൊണ്ട് ഫോറിന് എൽസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലാത്തൊരു കാര്യമാണ്. അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതാം, എൻഡ് ഓഫ് ലൂപ്പ്. ഇതിന് ശേഷം എന്ന് വെച്ചാൽ ഈ ഫോറിന്റെ എല്ലാ പരിപാടി കഴിഞ്ഞതിന് ശേഷം എന്ന് വെച്ചാൽ ഫോർ ലൂപ്പിന് ശേഷം വേണമെങ്കിൽ എൻഡ് ഓഫ് ലൂപ്പ് എന്ന് പറഞ്ഞ് നമുക്ക് ഇനി നമ്മുടെ പ്രോഗ്രാംസ് കണ്ടിന്യൂ ചെയ്യാം. ഇനി ഇതിനകത്തുള്ളത് ഒരു ഡൗട്ട് ചോദിക്കും. ഇതിലിപ്പോ ഈ 8 വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ 8 വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഇത് കണ്ടിന്യൂ ചെയ്യില്ലല്ലോ. കണ്ടിന്യൂ 8 വന്നു കഴിഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഐട്രേഷൻ സ്കിപ്പ് ചെയ്യും. എന്ന് വെച്ചാൽ ഇപ്പൊ കറന്റ് ഐട്രേഷൻ ഇല്ലേ, നമ്മുടെ ഫസ്റ്റ് ഐട്രേഷൻ 1 ആയിരുന്നു, അതിനുശേഷം 4 ആയിരുന്നു, 5 ആയിരുന്നു. ഇത് ബ്രേക്ക് അല്ല, കണ്ടിന്യൂ ആണ്. മനസ്സിലായോ? അപ്പൊ 8 എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇനി ഈ ഫോർ ലൂപ്പിനകത്തുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? സ്കിപ്പ് ചെയ്യും. ഈ കണ്ടിന്യൂ എന്ന് വെച്ചാൽ സ്കിപ്പാണ്. കറന്റ് ഐട്രേഷൻ സ്കിപ്പ് ചെയ്യുക. ഐട്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ വട്ടവും ഈ ഒരു പോർഷനെ കോൾ ചെയ്യുന്നതിനെയാണ് ഐട്രേഷൻ എന്ന് പറയുന്നത്. കറന്റ് ഐട്രേഷൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്തതിലേക്ക് പോകും. അപ്പോൾ 8 പ്രിന്റ് ചെയ്യുന്ന പരിപാടി മാത്രം സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ അടുത്തത് 6-നെ എടുക്കും. അപ്പോൾ ബ്രേക്ക് എന്ന് പറയുന്നത് ലൂപ്പിനെ മൊത്തത്തിൽ നമ്മൾ ലൂപ്പിൽ നിന്നും പുറത്ത് കിടക്കുക എന്നുള്ളതാണ്. കണ്ടിന്യൂ എന്ന് പറയുന്നത് കറന്റ് ഐറ്ററേഷനെ മാത്രം സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ഇതിലേക്ക് പോവുക എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? അപ്പൊ ബ്രേക്ക് ശേഷം ഇപ്പൊ 8 വന്നു വിചാരിക്കുക. നമ്മളുടെ ഈ ഒരു മൈ ലിസ്റ്റില് വേറൊരു 8 ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ആ 8 സ്കിപ്പ് ആകും. കാരണം അപ്പോഴും ഈ കണ്ടീഷനിലേക്ക് വരികയല്ലേ. അപ്പൊ ഇത് നോക്കുക. ഞാൻ ഇങ്ങനെ എഴുതി 7, ഇവിടെ ഒരു 8 ഉണ്ടായിരുന്നു, ആ 8 സ്കിപ്പ് ആയിട്ടുണ്ട്. 3-ന് ശേഷം വീണ്ടും ഒരു 8 ഉണ്ടായിരുന്നു, അത് സ്കിപ്പ് ചെയ്തു. അപ്പൊ അത് എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. ഓക്കെ. ഇനി നമ്മള് ഈ ലിസ്റ്റ് അല്ലാതെ നമുക്ക് വളരെ പരിചയമുള്ള ഒരു ഐട്രബിളും കൂടിയുണ്ട്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ലിസ്റ്റ്, സെറ്റ്, ടപ്പിൾ, ഡിക്ഷണറി. ഇതല്ലാതെ സ്ട്രിങ് ഒരു ഐട്രബിൾ ആണ് അല്ലെ? അപ്പോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ട്രിങ്ങിനകത്തുള്ള ഓരോ ഇതിനെയും എടുത്തിട്ട് നമുക്ക് ഇത് ചെയ്യാം. അപ്പൊ നമ്മൾ എന്താണ് മൈ സ്ട്രിങ് ഹലോ വേൾഡ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഇത് നമ്പർ അല്ലല്ലോ, ഞാൻ ഇത് മൈ കെയർ എന്ന് എഴുതി. ഇത് ഈ ഒരു സാധനത്തിന് നമുക്ക് എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. നമ്മൾ സിസ്റ്റത്തിനകത്ത് ഉപയോഗിക്കുന്ന വേറൊരു വേരിയബിളിന്റെ അല്ലാത്ത എന്ത് പേര് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഓക്കെ. നമ്മൾ പ്രിന്റ് ചെയ്യും മൈ കെയർ. കണ്ടോ? ഹലോ വേൾഡ്. ഹലോ വേൾഡിലെ ഓരോ അക്ഷരവും നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്തു? ഒരു ഡൗട്ട്, ഈ ഫോറിൽ സാധാരണ നമ്മൾ അതിന്റെ അകത്തൊരു കണ്ടീഷൻ വെക്കാറുണ്ടല്ലോ. ഇല്ല, ഫോറിനകത്ത് സാധാരണ നമ്മളൊരു കണ്ടീഷൻ വെക്കാറില്ല. അല്ല, ഈ ഐ ലെസ് ദാൻ അങ്ങനെയൊക്കെ പറഞ്ഞു. അത് വേറെയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിലാണ്. വേറെയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിൽ പൊതുവെ ഫോർ എന്ന് പറയുന്നത്
ഒരു എന്താ നമ്മുടെ വയലില്ലേ അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന ഒരു ഇതാണ്. പക്ഷെ പൈത്തണിനകത്ത് വരുമ്പോൾ പൈത്തണിനകത്ത് ഫോർ എന്ന് പറയുന്നത് ഇതാണ് എന്താ ഒരു ഐട്രബിളിനകത്ത് ലൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ അപ്പൊ നമ്മള് ഇതിനകത്തുള്ള ഓരോ എന്താ ചെയ്യുന്നത്, ഇതിനകത്ത് നമ്മൾ ഐട്രേറ്റ് ചെയ്യുമ്പോൾ ഇതിലെ ഓരോ അക്ഷരങ്ങളെയും കട്ട് ചെയ്താണ് എടുക്കുന്നത്. അപ്പൊ മൈക്കാർ ഇൻ സ്ട്രിങ്, ഇൻ മൈ സ്ട്രിങ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇത് കൊടുക്കാം. എന്താ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഓക്കെ, ഞാൻ ഒരു കാര്യം ചെയ്യാം. നമ്മുടെ ഇതിനകത്ത് നിന്നും നമ്മൾ AEIOU ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ ഇത് ചെയ്താൽ ഓക്കെ, അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു കാര്യം ചെയ്യാം. ഇൻ ഒരു ലിസ്റ്റ് എഴുതി കൊടുക്കാം. എന്താ, AEIOU അല്ലെ. അപ്പം മൈനം ഇൻ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് അല്ലെ, ഇങ്ങനെ ഇതിനകത്തുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഈ മൈനം ഇൻ ലിസ്റ്റ്. ഓക്കെ, നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് നോക്കാം. ഒരു സെക്കൻഡ്. മൈനം അല്ലല്ലോ, മൈക്കാർ അല്ലേ. കണ്ടോ, നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്തു, ഇതിനകത്തുള്ള വവൽസിനെ ഒഴിവാക്കി. അപ്പം ഈ പ്രിന്റ് ചെയ്യുന്നതിന് പകരം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് മൈ ന്യൂ സ്ട്രിങ്. ഓക്കെ, നമ്മളിവിടെ പ്രിന്റ് ചെയ്യുന്നതിന് പകരം ഞാൻ എന്ത് ചെയ്യാൻ പോവാ, ഈ ഇതിനകത്ത് വരുന്നതിനെ നമ്മൾ മൈ ന്യൂ സ്ട്രിങ് ഈക്വൽ ടു മൈ ന്യൂ സ്ട്രിങ് പ്ലസ് മൈക്കാർ. ഓക്കെ, മനസ്സിലായോ? ആദ്യം ഞാൻ എംപ്റ്റി സ്ട്രിങ് എന്ന് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വവൽസിനെ ഒഴിവാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു സ്ട്രിങ് ബിൽഡ് ചെയ്യാണ് അല്ലെ. അപ്പം ഹലോ വേൾഡിനകത്ത് വവൽസിനെ ഒഴിവാക്കിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, പുതിയൊരു സ്ട്രിങ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ എങ്ങനെയാ അത് നമ്മൾ അച്ചീവ് ചെയ്തത്, ഈ ഒരു മൈക്കാർ ഇൻ ഇതിനകത്ത് എഴുതി, അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് നീട്ടി എഴുതാം അല്ലെ, ഈക്വൽ ടു എ or mychar double equal to e. I ഓയ്ക്ക് എഴുതി. ഓക്കെ, ഇത് ഞാൻ ഇട്ടതല്ല, ഓട്ടോമാറ്റിക്കലി പ്രോഗ്രാം ഇത് ചെയ്താണ്. സെക്കൻഡ്, ഇവിടെ ഒരു ഓർ ഞാൻ മിസ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇതിന് പകരം നമ്മൾ ഷോർട്ട് കട്ട് എടുത്താണ് എന്ത്, മൈക്കാർ. നമ്മൾ മുമ്പ് ഇത് പഠിച്ചപ്പം കണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രൂ ഓർ ഫോൾസ് റിട്ടേൺ ചെയ്യുന്ന ഒരു സാധനമാണ്. ലിസ്റ്റിനകത്ത് നമ്മൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വേരിയബിള് അതിനകത്ത് ഉണ്ടെങ്കിൽ, ആ ലിസ്റ്റിനകത്ത് ഉണ്ടെങ്കിൽ ഇത് ട്രൂ ആയിരിക്കും. അപ്പൊ ഈ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ പിന്നെ നമ്മുടെ പൈത്തണിനകത്തുള്ള ലൂപ്പിംഗ്. നാളെ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാളെ ഫങ്ഷൻസ് എന്ന് പറയുന്ന പരിപാടിയിലേക്ക് നീങ്ങും. അപ്പൊ ഫങ്ഷൻസ് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. ഏതാ, ലെങ്ത്, അതുപോലെ നമ്മൾ വേറെന്താ കണ്ടിട്ടുള്ളത്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. എന്താ പിന്നെ അറേയുടെ ലെങ്ത് കണ്ടുപിടിക്കുന്ന ഒരു ഫംഗ്ഷൻ. അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു പാരാമീറ്റർ പാസ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും റിട്ടേൺ ചെയ്യുന്നത്. ഇവിടെ തന്നെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, പ്രിന്റ്. അപ്പൊ പ്രിന്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രിന്റ് ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല. പ്രിന്റ് പക്ഷെ ഒരു പരിപാടി ചെയ്യുന്നുണ്ട്. എന്താ, പ്രിന്റ് ചെയ്യാന്നുള്ള അതിന്. അപ്പൊ എന്തെങ്കിലും ഒരു ടാസ്ക് ചെയ്യുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും വാല്യൂ നമ്മൾ ഇൻപുട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു വാല്യൂ ഔട്ട്പുട്ട് തരുന്ന ഒരു പരിപാടിക്കാണ് നമ്മൾ എന്ത് പറയാ, ഒരു
സ്ട്രിങ് എന്ന് പറയാം. ഇനി ഇന്നത്തെ സെഷൻ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം കൂടി കാണിച്ചു തരാം. ഓക്കെ നമ്മൾ നേരത്തെ നമ്മൾ ലൂപ്പിങ് വൈൽ വെച്ചിട്ട് നമ്പേഴ്സ് വെച്ചിട്ട് ഇത് ചെയ്തില്ലേ, അതിന് പകരം നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. ഏതാണെന്നറിയോ? റേഞ്ച് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ വൈലിനകത്ത് ഓൾറെഡി കഷ്ടപ്പെട്ട് നമ്മൾ ഇതൊക്കെ ചെയ്തില്ലേ. റേഞ്ച് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റേഞ്ച് ഓഫ് 5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നോക്കുക, അത് റിട്ടേൺ ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും, 0 മുതൽ 4 വരെയുള്ളത്. ഓക്കെ, റേഞ്ച് ഓഫ് 5 ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ, ഒറ്റ വേരിയബിൾ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ. നമുക്കിനി ഈ റേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്ന ഒരു സാധനമാണ്. ഓക്കെ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ IEEE കേസിലും ഇത് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി റേഞ്ച് 5 എന്ന് വെച്ചാൽ നമ്മൾ ഏത് നമ്പർ കൊടുക്കുന്നോ 0 മുതൽ ആ നമ്പറിന് തൊട്ട് മുമ്പുള്ള നമ്പർ വരെ അത് റിട്ടേൺ ചെയ്യും. ഓക്കെ, അപ്പൊ റേഞ്ച് ഓഫ് 5 എന്ന് പറയുന്നത് I in range of 5. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ജനറേറ്റർ ഫംഗ്ഷൻ എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, ഒന്നുമല്ല, ഇത് ഫോർ ലൂപ്പിനകത്ത് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇത് ഓരോ വട്ടവും 0, 1, 2, 3, 4, 5 എത്തുമ്പോൾ അത് നിർത്തും. ഓക്കെ, ഇനി അടുത്തത് ഈ റേഞ്ചിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് കൊടുക്കാം. നമ്മളിവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് 2 ആയിട്ട് തീരുമാനിക്കണം. 2,5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 2 മുതൽ സ്റ്റാർട്ട് ചെയ്ത് 5 മുമ്പ് സ്റ്റോപ്പ് ചെയ്യാന്നുള്ള. ഓക്കെ, 5 മുമ്പ് സ്റ്റോപ്പ് ചെയ്യാം, 5 സ്റ്റോപ്പ് ചെയ്യാന്നല്ല. കണ്ടോ, 2, 3, 4, 5. ഓക്കെ, ഇനി നമ്മള് ഇതിനകത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒരു പരിപാടി കണ്ടായിരുന്നു ബേസിക്കിനകത്ത്. എന്താ, നമ്മൾ ലൂപ്പ് ചെയ്യുമ്പോൾ ഇൻക്രിമെന്റ് ചെയ്യുന്നത് പ്ലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി ഇൻക്രിമെന്റ് ചെയ്യുന്നത് 1 വെച്ചിട്ടാണ് അല്ലെ. ഇവിടെ ഇൻക്രിമെന്റ് 1 വെച്ചിട്ടല്ലേ. 2 മുതൽ സ്റ്റാർട്ട് ചെയ്തു, 2 + 1 3, 3 + 1 4, അങ്ങനെയാണ് പോയത്. ഇനി നമുക്ക് നോക്കാം 1 മുതൽ 50 വരെ. ഓക്കെ, 1 മുതൽ 50 വരെ നമ്മൾ ഇത് ചെയ്യണം. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എവിടം വരെ കിട്ടും? 49 വരെ കിട്ടി. ഇനി നമ്മൾ ഇതിന്റെ സ്റ്റെപ്പിംഗ് ഇന്റർവെൽ കൊടുക്കാണ്. മനസ്സിലായോ? ഒന്നിൽ നിന്നും നമ്മള് സ്റ്റെപ്പിംഗ് ഇന്റർവെൽ ബൈ ഡിഫോൾട്ട് 1 ആണ്. നമ്മൾ അതിനെ ചേഞ്ച് ചെയ്തിട്ട് 2 ആക്കി. എന്താ സംഭവിക്കുക? 1, 1ന് ശേഷം 3, 3ന് ശേഷം 5. എന്താന്ന് വെച്ചാൽ 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 2 വെച്ചിട്ട് ഇൻക്രിമെന്റ് ചെയ്യുക. എന്നിട്ട് എവിടം വരെ പോകണം? 50ന് മുൻപ് വെച്ച് അത് നിർത്തണം. അപ്പൊ ഈ റേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ഉപയോഗം ഉള്ള ഒരു സാധനമാണ്. ഓക്കെ, റേഞ്ച് എന്ന് പറയുന്നത് ഒരുപാട് ഉപയോഗമുള്ള ഒരു സാധനമാണ്. അതും ഒരു ഇത് ഒരു IEEE ആയിരിക്കും റിട്ടേൺ ചെയ്യുക. അതുകൊണ്ട് ഇങ്ങനെ. ഓക്കെ, അപ്പൊ ഈ ഒരു സാധനം കൂടിയാണ് ലൂപ്പിനകത്തുള്ളത്. നാളെ നമ്മൾ ഫങ്ഷൻസ് ആയിരിക്കും കാണുക. ഓക്കെ.